നടന്നു കഴിഞ്ഞിട്ട് പിന്നീട് വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഉജാലയുടെ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത്തപ്പൂക്കള മത്സരം. രണ്ട് അക്ബറിന്റെ ഒരു ടീമും പിന്നെ ഒണീലിന്റെ ഒരു ടീമും. സ്പോൺസർ ടാസ്ക് മലയാളം പ്രേക്ഷകർക്ക് കേൾക്കില്ല, മലയാളത്തിൽ മാത്രല്ല ഇംഗ്ലീഷിലും കുട്ടി ദാരിദ്ര്യാണ്. ഏത് പോലീസുകാരനും ഒരു തെറ്റ് പറ്റും. പോലീസല്ലോ ഈ ആങ്കർ അല്ലേ, അപ്പൊ ആങ്കർക്ക് തെറ്റാൻ പാടില്ല. ആങ്കർക്ക് എന്താ തെറ്റല്ല, ആങ്കർ എന്താ മനുഷ്യനല്ലേ. സോ നമ്മൾ തെന്നി പറഞ്ഞു. ഓക്കെ, സ്പോൺസർ ടാസ്ക് നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ അക്ബറിന്റെ ഒരു ടീമും ഒണീലിന്റെ ഒരു ടീമും. അവർക്ക് കൊടുത്ത ടാസ്ക് അടിപൊളിയായിട്ട് നമ്മളെ അക്ബറിന്റെ ടീം പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അല്ല, മറ്റൊരു ഭയങ്കര ഫോക്കസ് ചെയ്തിട്ട് എന്ത് പൂക്കളത്തുമ്പോ മാത്രം ഇരിക്കുന്നു. പൂക്കളം ഇരുന്ന് ചെയ്യാൻ ഭയങ്കര സീരിയസ് ആയിട്ട്, പാട്ടൊന്നും പാടുന്നില്ല, അത് ഭയങ്കര സീരിയസ് ആയി. എന്നിട്ട് പൂക്കളം അവസാനം കണ്ടപ്പോ എടുത്ത് പെടക്കാന്ന് തോന്നുന്നു. കാരണം അത്രയും വൃത്തിയായിട്ട് ഇത്രയും ടൈം എടുത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത ആൾക്കാർക്ക് വൃത്തിയിൽ പാട്ട് പാടുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, എന്നിട്ടും പെർഫെക്ഷൻ, നല്ല ഫില്ലിംഗ് ഉണ്ടായിരുന്നു, ഗ്യാപ്പ് ഇല്ലാതെ. പക്ഷെ അതിൽ എടുത്തു പറയേണ്ട കാര്യം എല്ലാ ടാസ്കിലും അക്ബറിന്റെ ഒരു കൈ ഉണ്ടെന്നുള്ളതാണ്. ക്യാപ്റ്റൻ ആയിരുന്നല്ലോ. മറ്റുള്ള എല്ലാ എപ്പിസോഡ്സിലും ഏത് ടാസ്ക് വന്നാലും അക്ബർ പാട്ടും പാടും. എക്സാമ്പിൾ പറയും, 10 ടാസ്ക് ആണെന്നുണ്ടെങ്കിൽ 7 ടാസ്കെങ്കിലും അക്ബർക്ക്, ഒരു മെജോറിറ്റി ടാസ്കുകളും ജയിച്ച ഒരാൾ അക്ബർ തന്നെ ആയിരിക്കും. മുന്നത്തെ ആ പണിപ്പുര ഫസ്റ്റത്തെ ഹൈപ്പ് ടാസ്ക്, അതായത് പണിപ്പുരയിൽ നിന്ന് ഡ്രസ്സ് വേണ്ട, സ്വന്തം ഡ്രസ്സ് വേണ്ടാറുണ്ട്, ബാക്കിയുള്ളവർക്ക് ഫുഡ് എടുത്ത് കൊണ്ടുവന്ന ടാസ്ക് തൊട്ട് ഇതുവരെ ഇന്നും കൂടി എത്ര ടാസ്കുകൾ ജയിച്ചു വന്നു. പക്ഷെ ആളുടെ ചില സംസാരങ്ങളും കാര്യങ്ങൾ കാരണം ആള് നെഗറ്റീവ്സും പരിപാടിയാണ്. ബാക്കിയൊക്കെ അടിപൊളി. ഇന്നത്തെ ക്യാപ്റ്റൻസി ഒരു രക്ഷയില്ല, നെഗറ്റീവായിട്ട് കൂട്ടാൻ പറ്റില്ല. പ്രേക്ഷകർക്ക് പിന്നെ ചെറുത് കിട്ടിയപ്പോ ലൈവ് കാണുമ്പോ നമ്മൾ ലൈവ് കാണുന്നവർക്ക് നമ്മളെ സംബന്ധിച്ചിട്ട് ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും, അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. വന്നിട്ട് ഒരാൾ ഒരു കാര്യം പറയുന്നത് മാത്രം പോയിന്റ് ഔട്ട് ചെയ്തിട്ട് എപ്പിസോഡ് ഇടുമ്പോ അത് കാണുന്നവർക്ക് ഇവൻ ഒരു തെണ്ടിയാണെന്നുള്ള സാധനല്ലേ വരുള്ളൂ, അത്രയുള്ളൂ. അതാണ് അതിന്റെ സംഭവം. പക്ഷെ ടാസ്കുകളൊക്കെ അക്ബറിനെ പോലെ ചെയ്യുന്ന ടാസ്ക് ജയിച്ചു, അടിപൊളിയായിട്ട് ജയിച്ചു. പിന്നെ അവരത് ഓണം എന്നൊക്കെ എഴുതി ആ ചെറിയ ടൈമിൽ തന്നെ അടിപൊളിയായിരുന്നു. ഇതിന്റെ ഇടയിലും ഒരുപാട് ഈ അക്ബറും ടീമും അനുമോളെയും നൂറിനെ അതിലും പ്രൊവോക്ക് ചെയ്യുന്ന രീതിക്കുള്ള പല ടോക്കുകളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ എടുത്തു പറയേണ്ട ഒരു ടോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഷാനവാസും ഓണിയിലും അതുപോലെ തന്നെ അഭിലാഷും കൂടി ഇരുന്നിട്ട് അവരിരുന്നിട്ട് ഡിസ്കസ് ചെയ്യുകയാണ്. ഓൾറെഡി അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പോ ഇപ്പോൾ ഉള്ള ഗ്രൂപ്പ് അനുമോള്, നൂറ, ആദില, രേണു, ശൈത്യ, ഇവരൊരു ടീമാണ്. ഇവർ 5 പേര്. ഇവരുടെ 5 പേരുടെ കൂടെ നമ്മള് 3 പേരും കൂടി വന്ന 8 പേര്. അപ്പൊ മറ്റേ ടീമിനെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റും, അതിനേക്കാളും വലിയ ടീം നമുക്ക് ആവാൻ പറ്റും. ഇവരൊക്കെ എപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്നത് അക്ബറും ശരത്തും ഗ്രൂപ്പാണ് മറ്റേ, പക്ഷെ അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ട് അല്ലേ, ഗ്രൂപ്പായിട്ടാണ് കളിക്കുന്നുണ്ടെങ്കിലും അവരാ വീടിനുള്ളിലുണ്ട്. ഇവരാണ് സത്യം പറഞ്ഞ അവിടുത്തെ മെയിൻ ഗ്രൂപ്പ്. എന്നിട്ട് എല്ലാം ഇരുന്നിട്ട് ഡിസ്കഷൻ മാത്രമേ നടക്കുള്ളൂ. എന്നിട്ട് ഇനിയും ഗ്രൂപ്പ് കൂട്ടാനാ നോക്കുന്നത്. എന്നിട്ടാണ് അവരെ തോൽപ്പിക്കാനുള്ള മൈൻഡ് ഉണ്ടാകുന്നത്. ഇവർക്ക് മനസ്സിലായി അവരൊരു ഗ്രൂപ്പാണ്, സോ അവരെ തോൽപ്പിക്കാൻ നമുക്ക് ഒറ്റയ്ക്ക് പറ്റില്ല. അതുകൊണ്ട് അനുമോളുടെ ഗ്രൂപ്പിനെ പിടിക്കണം. അനുമോളനോട് എങ്ങനെയും രക്ഷപ്പെടാനുള്ള മൈൻഡ് നടക്കണം, ഒരു കഥ നടക്കണം. ഇനിയിപ്പോ എല്ലാരും കൂടി ചേർന്ന് കൂട്ടക്കരച്ചിലാവും, മറ്റേ സീരിയൽ കഥ. അനുമോള് മാത്രമേ അറിയണുള്ളൂ. ഇനി എല്ലാരും കൂടി ഗ്രൂപ്പായിട്ട് എല്ലാവർക്കും കൂടി വട്ടട്ടിരുന്ന് കരയാനുള്ള പരിപാടിക്കാണ് ഇപ്പൊ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് നല്ലൊരു ഡിസ്കഷൻ ആയിരുന്നു കേട്ടോ. സീനായിരുന്നു. പുറത്തുള്ളവർക്ക് മനസ്സിലായതുപോലെ അവരുടെ ടീം മനസ്സിലായി. ഇവർക്ക് 3 ടീമിൽ കേറണം പോലും. ഒറ്റയ്ക്ക് കളിക്കാൻ എന്നാലും പറ്റില്ല. ഈ ഷാനവാസ് ഒക്കെ എന്താ ഡയലോഗ് അടിച്ചോണ്ട് നടന്നേ, കളിക്കണേ ഒറ്റയ്ക്ക് കളിക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഗ്രൂപ്പിൽ കയറണം. അതായത് അടിപൊളി ടോക്കായിരുന്നു കേട്ടോ അത്. അതിനുശേഷം നമ്മുടെ അനീഷിനെയും അനുമോളെയും ജയിലിലേക്ക് കൊണ്ടാക്കിയതിന് ശേഷം അവര് ജയിലിനുള്ളിൽ കയറിയതിന് ശേഷം പുറത്ത് ഞാൻ ഈ സംഭവം ഇത് പറയുമ്പോ ഒരു കാര്യം ഇന്റർപ്റ്റ് ചെയ്ത് പറയണേ. ഇന്നലെ കിടന്നിട്ട് അക്ബർഖാൻ ഒരു പ്രാഗിയതേ, ഒരു കിടിലം പ്രാഗലായിരുന്നു. മുന്നേ ജാൻമണി പറയണതാണ് കണ്ടിട്ടുള്ളത്. ജാൻമണി വേഴ്സസ് അനുമോള്. ജാൻമണിക്കാട്ടും ഒരു പോയിന്റ് മേലെയാണ് അനുമോള്. അത് കാരണം ജാൻമണി ഇത്ര അർഗന്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. ജാൻമണി ദൈവം നിങ്ങൾക്ക് പണി തരുന്ന പറഞ്ഞിട്ടുള്ളൂ, അങ്ങനെ ശപിച്ചിട്ടുള്ളൂ. ഇത് ഉമ്മ ഉപ്പ നിന്നെ ഉണ്ടാക്കിയത് അവർക്ക് തീരാ നഷ്ടമാണ്. ലൈഫ് അവർ ചെയ്ത ഏറ്റവും വലിയ നഷ്ടമാണ്. വൈഫിനെ കുറിച്ച് പറയാ, ഡിവോഴ്സ് ആവുമെന്ന് പറയാം. ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഭയങ്കര റോങ് ആണ്. ശപിക്കാണ്, നശിച്ചു പോകുന്ന കണ്ടത് പേഴ്സണലി കണ്ട് എടുത്തിട്ട് ആസ് എ ഗെയിമർ എന്നുള്ള വൈബ് അതിലും പുറത്തുള്ള ഒരു പേഴ്സണൽ റിജിഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഭയങ്കര റിവീലായി. അനുമോളൊക്കെ എങ്ങനെയാണ് അപ്പൊ ജെനുവിനാണ്, പക്ക ജെനുവിനായിട്ട് മനസ്സിൽ ഉള്ളിന്ന് വന്നതാ സാധനം. അതെ അതെ, ഭയങ്കര റോങ് ആയി. കാരണം മുമ്പത്തേനൊക്കെ ഇനി ലാലേട്ട ഭയങ്കര ആക്ഷൻ ഒക്കെ എടുത്തു, ജാൻമണിയൊക്കെ പറഞ്ഞപ്പോ. അല്ലെ ഈ ഒരു വീക്കെൻഡിൽ ലാലേട്ട വന്നിട്ട് ആക്ഷൻ എടുക്കോ എന്ന് നമുക്ക് നോക്കാം.
എടുക്കണം. അല്ലാണ്ട് ഇപ്പൊ എന്താണ് ഇതുമാതിരി വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ബാക്കിയുള്ളവർ പറയുമ്പോ ഒക്കെ പറയണില്ലേ എന്തൊക്കെ പണികൾ കൊടുക്കുന്നു, ഏഴിന്റെ പണി എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനുശേഷം നീ കണ്ടോ ജയിലിന്റെ പുറത്തുള്ള ഒരു പ്രകടനം, അനുമോളും അനീഷും ജയിലിൽ കയറി കഴിഞ്ഞിട്ടൊരു പ്രകടനം ഉണ്ടാകും നമ്മുടെ അക്ബറിന്റെയും ടീമിന്റെയും. ഓനെ പാട്ടൊന്ന് പാടുവോ? പാട്ട് ഫുള്ളിക്കറില്ല, പക്ഷെ അതിലൊരു വരി ഇങ്ങനെ ഉണ്ട്, പാവപ്പെട്ട ഞങ്ങളെയൊക്കെ പ്രാവല്ലേ മോളെ നല്ല കിടിലൻ ഭയങ്കര സാധനം. ഈ പാട്ട് പാടുമ്പോ മറ്റേ നമ്മുടെ റെന തറയിലിരുന്നിട്ട് ഡാൻസ് ഒക്കെ ഒരാള് ഇങ്ങനെ ശപിക്കുന്ന പോലെ റെനക്ക് ശാപം ഏറ്റതുപോലെ അഭിനയം. അത് കഴിഞ്ഞ പാട്ട് അവരൊക്കെ പോയതിനു അപ്പൊ തന്നെ കരഞ്ഞു, കരച്ചിൽ പ്ലാനിങ് ഇട്ടു അപ്പൊ തന്നെ. അപ്പൊ അനീഷ് ഒരു സാധനം അടിക്കണ്ട, ചിലപ്പോ നാളെ പല ഗ്രൂപ്പുകളിലും തഗ്ഗായിട്ട് വരുന്നത്. ഇങ്ങനെ എപ്പോഴും കരയാൻ പാടില്ല, ആവശ്യമുള്ളപ്പോ മാത്രം വേണ്ട സാധനമാണ് കരച്ചില്. ഇത് ആവശ്യമുള്ളപ്പോ വേണ്ടി മാത്രം എടുക്കാൻ പാടില്ല പുറത്തുനിന്ന് പറഞ്ഞല്ലോ. പനിമോള് മോത പറയും. അപ്പൊ തന്നെ പനി വന്നു, ഡോറൊക്കെ തുറന്നു കൊടുക്കാൻ വേണ്ടി ആ പനി വന്നിട്ട് പാവണ്ടായിരുന്നല്ലോ, എടുത്ത് വലിച്ചെറിഞ്ഞു. അതിടയ്ക്ക് അവർക്ക് ടോയ്ലറ്റിൽ പോകണം എന്ന് പറഞ്ഞിട്ട് വലിച്ചെറിയുന്നുണ്ടായിരുന്നു. അത് അനുമോൾ എന്താ ഡയലോഗ് അടിച്ചത് കറക്റ്റ് ആയിട്ട് അത് എപ്പിസോഡിലും കേൾക്കുന്നില്ല. അനുമോൾ എന്താ ശരത്തിനോട് പറഞ്ഞത്? ശരത്തിന് പ്രൊവോക്ക് ആയിട്ടാണ് പാവ എടുത്തിട്ട് എറിയുന്നത്. ഞാൻ ആലോചിക്കുന്ന അതല്ലടാ, അനുമോൾക്ക് ഇത്രമാത്രം കണ്ണീര് എവിടെയാ കിടക്കുന്നേ? ഗ്ലിസറിൻ പോലും തോറ്റു. അത് അഭിനയാണ്, അതാണ് ഭയങ്കര അഭിനയത്തിന്റെ എക്സ്ട്രീം എന്ന് പറയുന്നത്. നമുക്കിത് കാണുമ്പോ തന്നെ ലൈവ് കാണുമ്പോ തന്നെ വെറുക്കും, നമുക്ക് ആ ക്യാരക്ടറിനോട് ഒരു വെറുപ്പ വരിക. നമുക്ക് ചിലർക്ക് അത് കണ്ടിട്ട് ഒരു ഇമോഷൻ വരിക എന്നറിയില്ലേ കാഴ്ചയിൽ കാണുമ്പോ. അപ്പൊ അക്ബർക്ക ഉമ്മ വന്നപ്പോ അക്ബർക്ക് ഒരു കരച്ചിലുണ്ടായിരുന്നു. ഹേറ്റേഴ്സ് പോലും ചിലപ്പോ സങ്കടപ്പെട്ടിട്ടുണ്ടാവും. കാരണം ഈ പറഞ്ഞ അനുമോളും രേണു എല്ലാരും കരഞ്ഞോടാ ലിവിംഗ് റൂമിൽ ആ കണ്ടിട്ട്. അപ്പൊ അത് ഭയങ്കര ജെന്യൂൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്ത്. ഇതേ സാധനം തന്നെ അനുമോള് കരഞ്ഞാൽ നമുക്ക് എത്ര എന്തപ്പത് ആ സ്കീമ നമുക്ക് എപ്പോഴും തന്നെ ചെയ്തോണ്ടിരിക്കുമ്പോ വെറുക്കും. അതാണ് കണ്ടന്റ്, വേറെ ഒന്നുമില്ല. ഗെയിം മര്യാദക്ക് ചെയ്യില്ല, എല്ലാ കളിയും തോക്കുന്നു, ഇന്ന് വീണ്ടും പൂക്കളം ടാസ്കിലും തോൽക്കാൻ വേണ്ടി മാത്രം. പക്ഷെ സപ്പോർട്ട് ഉണ്ട്, പുറത്ത് സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ടായിരിക്കും ഇവരൊക്കെ നിൽക്കണം. നമ്മൾ തന്നെ ചിന്തിക്കും എങ്ങനെയാണ് ഇവർ ഇങ്ങനെ ഒരു ഗെയിമിങ്ങും പരിപാടി ചെയ്യാതെ ഇതിൽ പോണേ എന്നുള്ളൊരു ചിന്ത. ആ ശൈത്യയെ കുറിച്ച് ഒരുപാട് ചിന്തിച്ചില്ല. ഒരു കാര്യമില്ല, അക്ബർ നമ്മുടെ അനുമോളുടെ പാവാടി അതാണ് ശൈത്യക്കുള്ള ഫാൻസ്. അനുമോളുടെ ഫാൻസ് ഇവിടെ വോട്ടിംഗ് ഉണ്ട്, അതുകൊണ്ടാണ്. അത് എനിക്ക് തോന്നുന്നു അനുമോള് ശൈത്യം എന്തെങ്കിലും ഒരു അലമ്പ് പൊട്ടിയ ശൈത്യം കൊണ്ട് സ്പോട്ടിൽ പുറത്തോട്ട് വരും. നമുക്കറിയാവുന്ന കേസല്ലോ. പിന്നെ ഉള്ളത് ജയിലിലൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അനുമോൾക്കും അനീഷിനും, ലേലു എന്നെ വിടോ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് എഴുതി ഒട്ടിക്കാൻ. ശരിക്കും വെളുപ്പിനെ വരെ അവര് ഇരുന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. കഷ്ടമാണ് അതൊക്കെ കാണുമ്പോ തന്നെ കൊറേ ഇരുന്ന് എഴുതുന്നുണ്ട്, പാവമാണ്. പക്ഷെ കയ്യിലിരിപ്പിനെ അത് വേണം താനും, അതുകൊണ്ട് അതും പറയണല്ലോ. ശരിയാ. എന്തായാലും ആ ഒരു ടാസ്ക് അത് കഴിഞ്ഞ് ജയിലിലൊരു സീൻ കാണിച്ചിട്ടായിരുന്നു ഇന്നത്തെ വൈൻഡപ്പ് ഉണ്ടായിരുന്നത്. ഈ നാളെ ഇനി എന്താണെന്ന് എക്സൈറ്റ്മെന്റ് ഉണ്ടോ നാളെ? പിന്നെ എക്സൈറ്റ്മെന്റ് ബിഗ് ബോസ് ഈ സീസൺ എല്ലാ ദിവസവും നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് തന്നെയാണ്. ഒരേ ദിവസം ഉണ്ടാവുന്ന കോൺട്രവേഴ്സികൾ ആണെങ്കിലും ഒരേ ദിവസം ഉണ്ടാവുന്ന ഇഷ്യൂസ് ആണെങ്കിലും നമുക്ക് ടെൻഷനാണ്. പ്രത്യേകിച്ച് അക്ബർക്ക് അവിടെ ഉള്ളതുകൊണ്ട് തന്നെ പ്രത്യേക ടെൻഷനാണ്. അതിനുള്ളിലുള്ളവർക്ക് ഭയങ്കര കാര്യമില്ല, നമുക്ക് പോലും അറിയില്ല ഇപ്പൊ എന്താണ് അടുത്ത സെക്കൻഡിൽ പറയുമ്പോൾ. ഉമ്മ വന്ന് പോയിട്ടും ഒതുങ്ങുന്നുണ്ട്, പക്ഷെ ഇവിടെയൊക്കെ അറിയാതെ വന്ന് പോകുന്നുണ്ട്. നമ്മളെടുത്തുള്ളപ്പോ നാട്ടിലുള്ളപ്പോ നമുക്ക് ഇത്ര ഫീൽ ചെയ്തിരുന്നില്ല. ഇപ്പൊ അവിടെ ചെന്നപ്പോ പ്രഷറും അക്ബർക്ക്. അതായത് ഞാൻ ലൈവ് കാണുമ്പോ തന്നെ ഒരു കേസ് പറഞ്ഞു അക്ബർക്ക്. ആ പൂക്കള ടാസ്ക് കഴിഞ്ഞ് വന്നപ്പോ തന്നെ എന്തോ മൈൻഡിന് വല്ലാത്തൊരു സ്ട്രെസ് റിലീഫ് എന്ന് പറഞ്ഞു. അപ്പൊ അത്ര സ്ട്രെസ് അല്ലെങ്കിൽ പറയില്ല അവര്. നമ്മളെപ്പോലെ ചുറ്റുമുള്ളത് ഫ്രണ്ട്സ് അല്ലല്ലോ, പലയിടത്തുനിന്ന് വന്ന പല ആൾക്കാര്. സോ ആ ക്യാരക്ടേഴ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തോണം പോവാൻ. ഒരു ഹാപ്പി വൈബ് അല്ലല്ലോ, ഫുൾ ടൈം അടിയല്ലേ. അതൊന്നുമില്ല. ഗെയിമിങ് കാലത്ത് നേരത്തെ എണീക്കുന്നു, ഈ കാലത്തെ ഗെയിം എങ്ങനെ ചെയ്യും, വൈകിട്ടത്തെ ഗെയിം അടി മറ്റോണായിട്ടുള്ള അടി എങ്ങനെ സോൾവ് ചെയ്യും, ബാക്കി ഒരു ചിന്തയില്ല. അതിന്റെ ഉള്ളിലാണ് ഇപ്പൊ ലോക്കാണല്ലോ. അപ്പൊ ആ ഒരു സംഭവം വേറെ തന്നെയാണ്. അതിന്റെ ഒരു സ്ട്രെസ് ഇത് കാണിക്കും എല്ലാരും സ്വഭാവത്തിലും. അക്ബർക്കൊക്കെ ആദ്യം കുറച്ച് കൂടുതലായിരുന്നു, ഇപ്പൊ കുറെയൊക്കെ മാറുന്നുണ്ട്. മാറും താരതമ്യേന അങ്ങനെ കളിച്ച് ഇങ്ങനെ വരുമ്പോ മാറുമായിരിക്കും. പിന്നെ അതിൽ കുറെ അറഗന്റ് ആയിട്ട് ആളോടും പെരുമാറുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരൊക്കെ പോയാൽ തന്നെ ആൾക്കാർ അവരെ കാണുമ്പോഴാണ് ആൾക്ക് ഇളകണത് കൂടുതലും. അതാണല്ലോ ഗെയിം, അത് അവരുടെ സ്ട്രാറ്റജി, ഇത് പുള്ളിയുടെ സ്ട്രാറ്റജി. അപ്പൊ എനിവേ അടുത്ത എപ്പിസോഡ് കാണാനായിട്ട് ഞങ്ങളും വെയിറ്റിംഗ് ആണ്, നിങ്ങളും വെയിറ്റിംഗ് ആണെന്ന് അറിയാം. അടുത്ത എപ്പിസോഡ് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വരും. സോ അതുവരെ ബൈ, സീ യു.